ഹായ് ഗൈസ്. അപ്പോൾ ഇന്നിപ്പോൾ ആഷിക്കാക്ക് തീരെ വയ്യ. അപ്പം നമ്മൾ ഒന്ന് ആഷിക്കാനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവാന്ന് വിചാരിച്ചാട്ടോ. അപ്പം ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് പോകാനും ഇറങ്ങിയിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവളിതെന്താണ് എപ്പോഴും വീട് വീട്. എനിക്ക് അങ്ങനെയാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ പോയി ഉമ്മാനെയും പാപ്പാനെയൊക്കെ കണ്ട്, പിന്നെ എൻ്റെ റൂമിലൊക്കെ പോയി ബെഡിലൊക്കെ കുറച്ചേരം ഇരുന്ന് ഭയങ്കര ഒരു സമാധാനം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകും. അപ്പം ചില ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ പോലും ചെയ്യാൻ പറ്റൂലല്ലേ, കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ലക്കിയല്ലേ ഞാൻ. ഡോക്ടറെ അടുത്ത് പോവാനുള്ള പരിപാടിയില്ല. തീരെ വയ്യ, പനിയാണ്. പക്ഷെ നമുക്ക് അതിന് വലിയൊരു സീൻ കിട്ടി. ഇപ്പൊ 2 ദിവസമായിട്ട് നമ്മളെ വീടിന്റെ അവസ്ഥ ഇതാണ്. വീടിന്റെ അല്ല നമ്മളെ എന്താ പറയാ, തുറക്കാൻ പറ്റൂല, കാർ എടുക്കാൻ പറ്റൂല. ഇത് കല്ലെടുത്ത് മാറ്റണം. പക്ഷെ കല്ലിന് നല്ല വെയിറ്റും ഉണ്ട്. അത് മാത്രല്ല, നല്ലോണം അങ്ങോട്ടേക്ക് ഗേറ്റ് ഇതാക്കിയാലേ നമുക്ക് എന്താക്കുള്ളൂ അറിയോ, കാറ് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതാണെങ്കിൽ ഒരാളെ വിളിച്ച് എടുപ്പിക്കാൻ വേണ്ടി വരുന്ന തോന്നുന്നു. ഇത് മെയിൻ എന്താ അറിയോ, ഇതിന്റെ വേര് ഇറങ്ങിയിട്ട് കെട്ടിങ്ങനെ പൊളിഞ്ഞു പോരാണ്. അതാ മെയിൻ പ്രശ്നം. ഒന്നാമത് എന്താ മെയിൻ പ്രശ്നം അറിയോ, ഈ മാവാണെങ്കിൽ നല്ല അടിപൊളി മാങ്ങ തരുന്ന. ഈ സീസണിലൊക്കെ എത്ര മാങ്ങ ഉണ്ട് അറിയോ. വീടിന് തണലോ നല്ല വലിപ്പമുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇതാണ് നമ്മൾ കൊലായിരിക്കുമ്പോഴൊക്കെ ആ വെയിലൊക്കെ ഇതാവുന്നതാണ്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഇനിയിപ്പോ വേര് ഇറങ്ങിയിട്ട് മൊത്തം ഇടിഞ്ഞു പോകുന്നുള്ള പേടിയാ. ഇന്നലെ ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്താൽ മാറുന്നു. എങ്ങനെ കോൺക്രീറ്റ് ചെയ്താലും വേര് ഇങ്ങനെ ഇതാവുന്നതിനനുസരിച്ച് പൊട്ട് വരാൻ മതി. ഇതാ കൊറേ കണ്ടിന്യൂസ് മഴ ഇല്ലായിരുന്നോ, ആ മഴയില് വെള്ളം നിന്ന് ഒന്നായിട്ട് ഇടിഞ്ഞു വീണാൻ തോന്നുന്നു. അതിന് 2 അഭിപ്രായ. അതെന്നുണ്ടെങ്കിൽ ഈ മാവ് മുറിക്കേണ്ട കുറെ ആൾക്കാരെ പറയാം. കാരണം മുറിച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെ തണല് കിട്ടൂല. പിന്നെ നിങ്ങൾ വെറും എന്താ പറയാ വെയിലായിരിക്കും എന്നൊക്കെ പറയുന്നത്. ചില ആൾക്കാർ പറയുന്നത് മുറിച്ചിട്ടില്ലെങ്കിൽ ഈ ഗേറ്റ് എടുക്കാൻ പൊളിഞ്ഞു വെക്കുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞ മുറിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ ലൈനിന്റെ മുകളിലേക്കൊക്കെ വീണാൽ ഭയങ്കര സീനാണ്. അല്ല, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരു ക്ലിയർ ഇത് ഉണ്ടാവും, അത് കോൺക്രീറ്റ് ചെയ്താൽ റെഡി ആവും, അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറയണം. അല്ലെങ്കിൽ ഇത് മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഇത് എനിക്കൊന്ന് ഉണക്കേണ്ടി വരും. അപ്പൊ ഞാൻ ആഷിക്ക് എന്തൊക്കെ എടുക്കാൻ പോകും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പറഞ്ഞല്ലോ, എന്ത് ചില ആൾക്കാർക്ക് വീട്ടിലൊന്നും അങ്ങനെ പോകാൻ പറ്റൂലെന്ന്. അത് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല്, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഗൾഫിലേക്കൊക്കെ പോയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പം 6 മാസം കൂടുമ്പോ അല്ലെങ്കിൽ 1 കൊല്ലം കൂടുമ്പോ ഒക്കെ അല്ലെ ഒരു നാട്ടിലേക്ക് വരാ, സ്വന്തം വീട്ടിലേക്ക് പോവാന്നൊക്കെ പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ അതുകൊണ്ടാട്ടാ അങ്ങനെ പറഞ്ഞത്. പിന്നെന്ന് വെച്ചാല് നമ്മൾ ഓരോരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാർ വന്നിട്ട് പറയും, ആ ശരിയാണ്, ഞാൻ അങ്ങനെ അനുഭവിക്കുന്നുണ്ട്, പിന്റെ അവസ്ഥ അങ്ങനെയാണ്, നമ്മളോരോ വീഡിയോയിലെ. അപ്പൊ ശരിക്കും ഓരൊക്കെ ഇങ്ങനെ വന്നിട്ട് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് അല്ലെ കമന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും സങ്കടം തോന്നലുണ്ട് കേട്ടോ. നമ്മള് ഇപ്പോഴത്തെ കാലത്തും എന്താ പറയാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡിന്റെ വീട്ടിലായാലും ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്നായാലും കുറെ ഇപ്പോഴത്തെ കാലത്തും അങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്നൊക്കെ പറയുന്ന സമയത്ത് ശരിക്കും അതൊക്കെ മെസ്സേജ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് വിഷമം തോന്നാറുണ്ട്. എന്താലേ ആഷിക്ക് ഇറങ്ങി. അപ്പൊ എന്തൊക്കെ ആഷിഖാനെ പോയി കാണിച്ചു. ആഷിഖാനെ കാണുമ്പോ മറ്റേ അസുഖമുള്ളമായിട്ടൊന്നും തോന്നിയില്ലല്ലോ. നീ കള്ളപ്പനി വല്ലതും ആണോ? അഭിനയിച്ച് കാണിച്ചിട്ട് ഇവിടെ ഓസ്കാർ കിട്ടാണ്ടല്ലോ. ആശാന് വണ്ടിയിൽ കയറി എന്നെ വെയിറ്റ് ചെയ്യാം. ഞാനാണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെയാണ് കേട്ടോ. സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ച് പിന്നെ എവിടെ തുടങ്ങിയെന്ന് ഓർമ്മ ഉണ്ടാവില്ല, എവിടെ അവസാനിക്കുന്നതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കും. പോവാ, ഹെൽമെറ്റ് ഇടുന്നില്ല. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, മെയിൻ റോഡ് കയറണ്ട. അതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഹെൽമെറ്റ് ഇടാണ്ട് പോകുന്നത്. മെയിൻ റോഡ് കയറേണ്ട ആവശ്യമില്ല, നമുക്ക് വണ്ടി സൈഡാക്കാം, നടക്കാം, അത്രേ ഉള്ളൂ. ചെറിയൊരു പിന്നെ കഴിഞ്ഞ ഷോപ്പിംഗ്, നമ്മളൊരു പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. വണ്ടി ചാട്ടണല്ലോ, ടയർ പഞ്ചറാ. വണ്ടിക്കൊരു ചാട്ടുണ്ടെന്നാണ് ആഷിക പറയുന്നത്. ടയർ പഞ്ചറാണോന്നും അറിയില്ല. നമ്മളവിടെ മാസത്തിലേക്ക് ഒരുമിച്ച് സാധനം വാങ്ങിക്കാം. കള്ളപ്പനിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. കുതിരന്റെ മുകളിൽ പോകുന്ന മാതിരിയാണ് ഗൈസ് നമ്മൾ കാറിൽ പോകുന്നത്. എന്താണ് നമ്മുടെ സാധനം വാങ്ങിക്കുന്നത്, മാസ സാധനം വാങ്ങിക്കുന്ന സാറോ? കാറൻ എന്തൊക്കെ
മുമ്പിൽ നിർത്തി ഞാൻ കാർ ഓടിക്കുമ്പോൾ ആഷിക്കാക്ക് അങ്ങനെ ഡോർമിൽ ആരും ഉണ്ടാവരുത് എന്നൊക്കെ പറയാം. പക്ഷെ കാർ ഓടിക്കുമ്പോൾ മാരക പർച്ചേസ് രണ്ടാണ്. അല്ല ഉള്ളെടുത്തോ? എടുത്തോണ്ടിരിക്കാണ്. ഇത് നിറച്ചാക്കുവോ ട്രോളി? ഓൾമോസ്റ്റ് മൊത്തം ആവും എല്ലാം വാങ്ങിച്ചു കഴിയുമ്പോഴേക്കും. ഓരോന്ന് നോക്കിക്കൊണ്ട് നിൽക്കാണ്. അല്ല ഇപ്പൊ കഴിയാനായോ? ചെയ്യാനയക്കൊന്നുമില്ല. ഇനി എന്തൊക്കെ ഉള്ളത്? ഇനി കൊറേ സാധനം ഈ വാങ്ങിക്കും. ഫിയോണൊക്കെ വില കൂടിയല്ലോ മോളെ. എത്രയും 250 ഉള്ളു. 180 എത്താനായിരുന്നു പണ്ടോ? ആദ്യം 165, പിന്നെ 180, അങ്ങനെ എന്തൊക്കെ ആയിരുന്നു. ഇപ്പൊ കൂടിക്കുന്നത് ആർക്കറിയാം. ഇതൊക്കെ വാങ്ങിച്ചോണ്ടിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടാക്കാം പക്ഷേ എന്താ നിങ്ങൾക്ക് ഉണ്ടാക്കി തരത്തില്ലാന്ന്? അതൊക്കെ ഉണ്ട്. എന്നാലും കൊറേ സാധനങ്ങൾ ഇനിയും കൊറേ സാധനം. പച്ചക്കറി ഒന്നും വാങ്ങിച്ചിട്ടില്ല. പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം. ഉമ്മയും മരിയോളും 2 മണിക്കൂറായി പർച്ചേസ് ചെയ്ത് കൊണ്ടിരിക്കാം. ഇതുവരെ കഴിഞ്ഞില്ല. ഒരാൾ അവിടെയും ഒരാൾ ഇവിടെ. എന്താ പറയാ, സാധനം വാങ്ങിച്ച് കുഴങ്ങിരേ. എന്താ ആറ്റിട്ടിരിക്കുന്നത്? ബിസ്ക്കറ്റ് ഉണ്ടോ? ആറ്റിട്ടിരിക്കുന്ന അമ്മ ബിസ്ക്കറ്റ് ഇതാ ബിസ്ക്കറ്റ് കുഴങ്ങിട്ടിരിക്കുക. 1 മണിക്കൂറായി സാധനം ടെസ്റ്റ് ചെയ്യുന്നു. നമ്മളെ മറ്റെന്താ പറയാ, സാധനം വാങ്ങിക്കാൻ അവിടെ സ്പെൻഡ് ചെയ്തല്ലേ. നമ്മൾ 6:30 പോയിന് ഇവിടുന്ന്. 6:30 പോയിട്ട് ഇപ്പൊ സമയത്തറായി. നമ്മള് ഫുൾ മാസ സാധനം വാങ്ങിച്ചിരിക്കുക. പിന്നെ എന്തൊക്കെയാണ് എന്താ വിശേഷങ്ങൾ? സുഖം തന്നെ. അപ്പോൾ ഇന്നത്തെ ഇനി സ്പെഷ്യൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഹിബന്റെ ഒരു ചെറിയൊരു കലാപരിപാടികളുണ്ട്. ഹിബ ബർഗർ ഉണ്ടാക്കാൻ പോവാ. ഇനി അതാണ് അടുത്ത പരിപാടി. രാത്രിത്തെ പരിപാടി ഹിബന്റെ ബർഗറാ. അപ്പോൾ സാധനമൊക്കെ വാങ്ങിയപ്പോൾ ഇവിടെ ഒരാൾക്ക് ബർഗർ ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം. അങ്ങനെ ബർഗറിന്റെ പരിപാടിയില്ല. കഴിഞ്ഞോ? ബർഗറിന്റെ സ്പെഷ്യലിസ്റ്റ് അവള് അതിന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കാണിച്ചു തരാം. അതിന്റെ പരിപാടിയില്ല. ആവാനായില്ലേ? ഇവിടെ ഉമ്മ ആണെങ്കില് വാങ്ങിച്ച സാധനമൊക്കെ എന്താ പറയാ പാക്ക് ചെയ്യല്ല, എന്തായാലും പാത്രത്തിലാക്കുന്ന പരിപാടിയില്ല. കഴിഞ്ഞോ? അടിച്ചു തരാം. പാത്രത്തിലാക്കി ഫുള്ള് സെറ്റാക്കി ഉമ്മന്റെ പരിപാടി കഴിഞ്ഞു. അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി അപ്പോൾ ഈ ബർഗർ ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോയല്ലോ. അപ്പോൾ നമുക്കില്ലേ ആദ്യം ഇതിൻ്റെ പാറ്റി ഉണ്ടാക്കി വെക്കണം. അത് മാത്രമേ ഇതിനൊരു പണി ആയിട്ടുള്ളൂ, വേറെ ഒന്നും ഒരു പണിയില്ല. ഇത് തട്ടിക്കൂട്ട് ബർഗറാണ് ഉണ്ടാക്കിയതും. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ബർഗറൊക്കെ തിന്നണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബർഗറാണ്. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിക്കില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് പാറ്റി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് ചിക്കൻ എടുക്കാം. അതേപോലെ തന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് ആദ്യം പാനിലിട്ടൊന്ന് വാട്ടാം. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചോ. അപ്പോൾ എന്താക്കും, അത് വറ്റി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂട് തണ്ണതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അധികം അരക്കൊന്നും വേണ്ട, ഒന്നൊന്ന് ചതിഞ്ഞാൽ മതി. എന്നിട്ടൊരു ബോളാക്കിയിട്ട് ഇതേപോലെ പാനിലിട്ടിട്ട് ഒന്നൊന്ന് അപ്പുറം മറിച്ചിട്ട് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. അത്രേ ഉള്ളൂ നമ്മളെ പാറ്റി ഉണ്ടാക്കാനും. അതിൽ കുറേ പൊടികളൊന്നും ചേർത്തിക്കില്ല. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ലേശം ഗരം മസാല പൊടി മാത്രമേ അതിൽ ചേർത്തിക്കുള്ളൂ കേട്ടോ. പിന്നെ എന്താക്കാം, നമ്മൾ ബണ്ണ് മുറിച്ചിട്ട് അതിന്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് വെച്ചു കൊടുത്തത് നമ്മളെ ക്യാബേജും ക്യാരറ്റും ചെറുതായിട്ട് മുറിച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ശേഷം നമ്മൾ എന്താക്കും, കുറച്ച് മയോണൈസ് ഉണ്ടാക്കും. ആ മയോണൈസ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ബർഗറിന്റെ മേലെ തേക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ബാക്കി എന്താക്കാം, ഈ കേബേജിലേക്കും ക്യാരറ്റിലേക്കും ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ക്യാബേജിലും ക്യാരറ്റിലും ഒക്കെ ഒരു നല്ലൊരു ചെറിയൊരു മധുരമൊക്കെ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കാൻ കേട്ടോ. നമ്മൾ ഈ ബ്രോസ്റ്റ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ കിട്ടും ചില സ്ഥലത്തെല്ലാം. നല്ലൊരു ടേസ്റ്റ് ആണ് അതിന്. അതാണ് ഞാൻ ഫസ്റ്റ് ലെയർ ആയിട്ട് വെച്ചു കൊടുത്തത്. അതിന് മുന്നേ കുറച്ച് മയോണൈസ് ആ ബണ്ണിന്റെ സൈഡിലൊക്കെ ആയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ മുകളിലേക്ക് എന്താക്കാം, നമ്മൾ ഉണ്ടാക്കി വെച്ച പാറ്റി വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ അതിന്റെ മുകളിലേക്ക് തക്കാളി റൗണ്ടിൽ മുറിച്ചത്, അതേപോലെ തന്നെ ഉള്ളി കുറേ ഒന്നും വേണ്ട, ഒന്ന് റൗണ്ടിൽ മുറിച്ചത് മതി. അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കിയത് 4 ബർഗർ കേട്ടോ. നമ്മൾ 4 പേരായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ 4 ആൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. ഉള്ളിയും അതേപോലെ
അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമായി വെച്ചാൽ വേണമെങ്കിൽ ആദ്യം ഉള്ളി വെക്കുക, അതിൻ്റെ മുകളിൽ തക്കാളി വെക്കുക, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് പോലെ വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നത് വേറൊന്നുമില്ല, നമ്മൾ മയോണൈസ് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മതിയല്ലോ എന്ന് വിചാരിച്ച്, അധികം ഓയിലൊക്കെ ഇല്ലേ, അപ്പോൾ കുറച്ച് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ എഗ്ഗിൻ്റെ യോക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ യോക്ക് പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് അതങ്ങനെ അവിടെ കിടക്കും. അതിനോണ്ട് ഞാൻ എന്താക്കി അതൊരു ചെറിയൊരു ഓംപ്ലേറ്റ് മാതിരി ആക്കിയതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ചീസും വെച്ച് നമ്മൾ ആ പാനിൽ തന്നെ ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്താൽ നമ്മളെ ബർഗർ റെഡിയാണ്. ഇപ്പൊ സംഭവം കഴിഞ്ഞിട്ടോ, പരിപാടി കഴിഞ്ഞപ്പോ ഉണ്ടാക്കി വെച്ചിക്കതാ. ഈ ടേസ്റ്റ് നോക്കിട്ട് പറയാ, ടേസ്റ്റ് ഉണ്ടാവോ? അത് ഞാൻ എപ്പോഴും തട്ടിക്കൂട്ടുന്നില്ല പറയല്. കഴിച്ചോക്കട്ടെ, കഴിച്ചോക്കിട്ട് പറയാം. അടിപൊളി, നൈസ്. ആസ് യൂഷ്വൽ ആണോ അല്ലെങ്കിൽ ഇത് എവിടൊക്കെ ഒരു എരിവൊക്കെ ഉണ്ടല്ലോ അല്ലേ? അടുത്ത വർഷം നമുക്ക് തട്ടിക്കൂട്ടാണ്ടൊന്നും ഉണ്ടാക്കണം. ചുണ്ടിന്റെ അവിടെയൊക്കെ മയോണൈസ്. ഇനി വേറെ ഡിഷ് പറയും. ഇനി ഇവിടെ വേറൊരു ആഗ്രഹമുണ്ട്, ട്രൈ ചെയ്യാം. ഇവിടെ നമുക്ക് വേറൊരു ആഗ്രഹമുണ്ട്. എന്താ അറിയോ? ബനാന ഐസ്ക്രീം. അത് കുറെ ആൾക്കാർ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഐസ്ക്രീം ഇഷ്ടമില്ല, നമുക്ക് ഐസ്ക്രീം ചോക്ലേറ്റ് അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. എന്നിട്ട് ഉമ്മ പറഞ്ഞു തരെങ്കിൽ നമുക്ക് മറ്റേ ഐസ്ക്രീം ഇടാണ്ട് എന്നാ പിന്നെ പഴം വാട്ടി കഴിച്ച പോലെ. പക്ഷെ ഐസ്ക്രീം ഇട്ടിക്കില്ലേലും രസാട്ടോ. ആ ശർക്കര നമ്മളില്ലേ പഴം വാട്ടിയതില്ലേ, നമ്മൾ മധുരം ഇട്ടല്ലേ വാട്ടാ, പക്ഷെ അത് ശർക്കര ഇട്ട് വാട്ടുമാണ് കുറച്ചുകൂടി ടേസ്റ്റ്.